നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSC യുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയർ, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ കടമെടുത്ത ആശയങ്ങൾ എന്ന ടോപ്പിക്കാണ് പറഞ്ഞു നിർത്തിയത്. നമുക്കതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം കല, സാഹിത്യം, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതിക്ക് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ്? അയർലാൻഡ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം കല, സാഹിത്യം, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതിക്ക് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് അയർലാൻഡ് എന്ന രാജ്യത്തോടാണ്. സുപ്രീം കോടതിയുടെ പ്രവർത്തന സംബന്ധമായ നിയമങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ജപ്പാൻ. സുപ്രീം കോടതിയുടെ പ്രവർത്തന സംബന്ധമായ നിയമങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ജപ്പാൻ എന്ന രാജ്യത്ത് നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? ഫ്രാൻസ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾക്ക് ഇന്ത്യക്ക് കടപ്പാട് ഫ്രാൻസ് എന്ന രാജ്യത്തോടാണ്. വൈസ് പ്രസിഡന്റ് പദവി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? USA. വൈസ് പ്രസിഡന്റ് പദവി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് USA രാജ്യത്തിൽ നിന്നാണ്. ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടൻ. ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ എന്ന രാജ്യത്ത് നിന്നാണ്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന ആശയത്തിന് ഇന്ത്യ ഏത് രാജ്യത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ജപ്പാൻ. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന ആശയത്തിന് ഇന്ത്യ ജപ്പാൻ എന്ന രാജ്യത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയോടെയാണ്? ജർമ്മനിയിലെ വെയ്മർ ഭരണഘടന. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് ഇന്ത്യക്ക് കടപ്പാട് ജർമ്മനിയിലെ വെയ്മർ ഭരണഘടനയോടാണ്. അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാരിനാണ് അധികാരം എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? കാനഡ. അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാരിനാണ് അധികാരം എന്ന ആശയം ഇന്ത്യ കാനഡ രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകളുടെ ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? കാനഡ. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകളുടെ ആശയം കാനഡ എന്ന രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിന്റെ അതായത് സമവർത്തി പട്ടിക ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റിന്റെ ആശയം ഓസ്ട്രേലിയ എന്ന രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ്? കാനഡ. ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് കാനഡ എന്ന രാജ്യത്തോടാണ്. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? കാനഡ. കൺകറന്റ് ലിസ്റ്റിന്റെ ആശയം ഏത് രാജ്യത്തിൽ നിന്നായിരുന്നു? ഓസ്ട്രേലിയ. ഗവർണർ പദവി സംബന്ധിച്ച വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമ സംഹിതയിൽ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവർണർ പദവി സംബന്ധിച്ച വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തെയാണ്? കാനഡ. സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് കാനഡ രാജ്യത്തെയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനെ മാതൃകയാക്കിയിരിക്കുന്നത് ഏത് രാജ്യത്തെയാണ്? ഓസ്ട്രേലിയ. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനെ മാതൃകയാക്കിയിരിക്കുന്നത് ഓസ്ട്രേലിയ രാജ്യത്തെയാണ്. പാർലമെന്റിന്റെ ഉപരിസഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ രീതി ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്ക. പാർലമെന്റിന്റെ ഉപരിസഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ രീതി ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ലെങ്കിലും
പ്ലാനിംഗ് കമ്മീഷന്റെ ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ്? മുൻ സോവിയറ്റ് യൂണിയൻ. ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ലെങ്കിലും പ്ലാനിംഗ് കമ്മീഷന്റെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ച ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ച ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ സംബന്ധിച്ച വ്യവസ്ഥകൾ മിക്കതും കടം കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമ സംഹിതയിൽ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അടിയന്തരാവസ്ഥ സംബന്ധിച്ച വ്യവസ്ഥകൾ മിക്കതും കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം പ്രധാനമായും ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? മുൻ സോവിയറ്റ് യൂണിയൻ. മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം പ്രധാനമായും ഇന്ത്യ കടമെടുത്തത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. രാജ്യത്തിനകത്ത് സംസ്ഥാനങ്ങൾ തമ്മിൽ വാണിജ്യത്തിനും വ്യാപാരത്തിനും സ്വാതന്ത്ര്യം, ഉടമ്പടികൾ നടപ്പാക്കാനുള്ള നിയമനിർമ്മാണം നടത്താൻ കേന്ദ്രത്തിന് അധികാരം എന്നീ ആശയങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓസ്ട്രേലിയ. രാജ്യത്തിനകത്ത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വാണിജ്യത്തിനും വ്യാപാരത്തിനുള്ള സ്വാതന്ത്ര്യം, ഉടമ്പടികൾ നടപ്പാക്കാനുള്ള നിയമനിർമ്മാണം നടത്താൻ കേന്ദ്രത്തിന് അധികാരം എന്നീ ആശയങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കടമെടുത്ത ആശയങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ച് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ 389. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളാണ് 389. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പാകിസ്ഥാനെ പ്രത്യേക ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ച തീയതി 1947 ജൂൺ 3. പാകിസ്ഥാനെ പ്രത്യേക ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ച തീയതിയാണ് 1947 ജൂൺ 3. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തവരുടെ എണ്ണം 296. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തവരുടെ എണ്ണം 296. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 292. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് 292 പേരാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 4. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് 4 പേരാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 93. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേരാണ് ഉണ്ടായിരുന്നത്. അവിഭക്ത ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ അയച്ച ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസുകൾ ഏതെല്ലാമാണ്? ഡൽഹി, അജ്മീർ, മെർവാറ, കൂർഗ്, ബലൂചിസ്ഥാൻ. അവിഭക്ത ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ അയച്ച ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസുകളാണ് ഡൽഹി, അജ്മീർ, മെർവാറ, കൂർഗ്, ബലൂചിസ്ഥാൻ. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പ്രതിനിധികളുടെ അനുപാതം 10 ലക്ഷം പേർക്ക് ഒരാള്. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പ്രതിനിധികളുടെ അനുപാതമാണ് 10 ലക്ഷം പേർക്ക് ഒരാള്. പാകിസ്ഥാൻ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ അംഗങ്ങൾ പിന്മാറിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗബലം 299. പാകിസ്ഥാൻ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ അംഗങ്ങൾ പിന്മാറിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗബലം 299. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 226. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 226. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 3 പേര്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലായ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് ഏതാണ്? ബലൂചിസ്ഥാൻ.
ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലായ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് ആണ് ബലൂചിസ്ഥാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 70. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 70 പേരാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അയച്ച നാട്ടുരാജ്യമാണ് മൈസൂർ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ അയച്ച നാട്ടുരാജ്യമാണ് മൈസൂർ. എത്ര അംഗങ്ങളെ? 7. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ഏറ്റവും കൂടുതൽ 7 അംഗങ്ങളെ അയച്ച നാട്ടുരാജ്യമാണ് മൈസൂർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏത് അംഗത്തിന്റെ മരണത്തെ തുടർന്നാണ് TT കൃഷ്ണമാചാരി പകരക്കാരനായി നിയമിക്കപ്പെട്ടത്? DP ഗെയ്ത്താൻ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ DP ഗെയ്ത്താന്റെ മരണത്തെ തുടർന്നാണ് TT കൃഷ്ണമാചാരി പകരക്കാരനായി നിയമിക്കപ്പെട്ടത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ ആര് രാജിവെച്ച ഒഴിവിലാണ് N മാധവറാവു നിയമിക്കപ്പെട്ടത്? BL മിട്ടർ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഭരണഘടനയുടെ കരട് നിർമ്മാണ സഭയിൽ നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ BL മിട്ടർ രാജിവെച്ച ഒഴിവിലാണ് N മാധവറാവു നിയമിക്കപ്പെട്ടത്. 1923 രൂപം കൊണ്ട ഏത് പാർട്ടിയാണ് ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന തയ്യാറാക്കുന്നതിനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കണമെന്ന ആശയം അവതരിപ്പിച്ചത്? സ്വരാജ് പാർട്ടി. 1923 രൂപം കൊണ്ട സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന തയ്യാറാക്കുന്നതിനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കണം എന്ന ആശയം അവതരിപ്പിച്ചത്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം 1934 മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? MN റോയ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം 1934 മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 തയ്യാറാക്കിയത് ആരാണ്? N ഗോപാലസ്വാമി അയ്യങ്കാർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 തയ്യാറാക്കിയത് N ഗോപാലസ്വാമി അയ്യങ്കാർ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം അംഗീകരിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് നീക്കമാണ് ഓഗസ്റ്റ് ഓഫർ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം അംഗീകരിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് നീക്കമാണ് ഓഗസ്റ്റ് ഓഫർ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി വേണം എന്ന നിലപാട് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി സ്വീകരിച്ച വർഷമാണ് 1935. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി വേണം എന്ന നിലപാട് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി സ്വീകരിച്ച വർഷമാണ് 1935. പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്ന. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അംഗീകരിച്ച തീയതി 1947 ജനുവരി 22. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അംഗീകരിച്ച തീയതി 1947 ജനുവരി 22. ഭരണഘടനാ നിർമ്മാണ സഭയുടെ 3ാം സെഷൻ ആരംഭിച്ച തീയതി 1947 ഏപ്രിൽ 28. ഭരണഘടനാ നിർമ്മാണ സഭയുടെ 3ാം സെഷൻ ആരംഭിച്ച തീയതി 1947 ഏപ്രിൽ 28. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ആരെയാണ്? സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി 1946 ഡിസംബർ 9 തെരഞ്ഞെടുത്തത് ആരെയാണ്? സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്ന തീയതി 1947 ഓഗസ്റ്റ് 30. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്ന തീയതി 1947 ഓഗസ്റ്റ് 30. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കപ്പെട്ട തീയതി 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കപ്പെട്ട തീയതി 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്ന തീയതി 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് ഡിസംബർ 6, 1946 ഡിസംബർ 6. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഹാജരായ വനിതകളുടെ എണ്ണം 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഹാജരായ വനിതകളുടെ എണ്ണം 9.
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ദിനത്തിൽ എത്ര പേരാണ് സന്നിഹിതരായിരുന്നത്? 211. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ദിനത്തിൽ 211 പേരാണ് സന്നിഹിതരായിരുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 17. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 17. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 15. സ്വാതന്ത്ര്യത്തിന് മുമ്പാണെന്നുണ്ടെങ്കിൽ 17, സ്വാതന്ത്ര്യത്തിന് ശേഷം 15. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന് 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഡോക്ടർ അംബേദ്കർ അധ്യക്ഷനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചതെന്നാണ് 1947 ഓഗസ്റ്റ് 29. ഡോക്ടർ അംബേദ്കർ അധ്യക്ഷനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29. ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? 1947 നവംബർ 17. ഭരണഘടനാ നിർമ്മാണ സഭ 1947 നവംബർ 17 നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു കരട് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് സമർപ്പിച്ച തീയതിയാണ് 1948 ഫെബ്രുവരി 21. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു കരട് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് സമർപ്പിച്ച തീയതിയാണ് 1948 ഫെബ്രുവരി 21. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ കരട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഡോക്ടർ അംബേദ്കർ കൈമാറിയതെന്നാണ്? 1949 നവംബർ 25. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ കരട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഡോക്ടർ അംബേദ്കർ കൈമാറിയത് 1949 നവംബർ 25. VT കൃഷ്ണമാചാരിയെ കൂടി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി നിയമിച്ചതെന്നാണ്? 1947 ജൂലൈ 16. VT കൃഷ്ണമാചാരിയെ കൂടി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി നിയമിച്ചത് 1947 ജൂലൈ 16. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഇന്ത്യൻ അംഗീകരിച്ച തീയതി 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഇന്ത്യ അംഗീകരിച്ച തീയതിയാണ് 1949 നവംബർ 26. ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി 1947 നവംബർ 4. ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി 1947 നവംബർ 4. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പിട്ട തീയതി എന്നാണ്? 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പിട്ട തീയതിയാണ് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന യോഗം ചേർന്ന തീയതിയാണ് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന യോഗം ചേർന്ന തീയതിയാണ് 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പിട്ട തീയതി 1950 ജനുവരി 24. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക മുസ്ലിം വനിതയാണ് ബീഗം ഖുദ്സിയ ഐസാസ് റസൂൽ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക മുസ്ലിം വനിതയാണ് ബീഗം ഖുദ്സിയ ഐസാസ് റസൂൽ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മദ്രാസിനെ പ്രതിനിധാനം ചെയ്ത വനിതകളാണ് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മദ്രാസിനെ പ്രതിനിധാനം ചെയ്ത വനിതകളാണ് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ പിന്തുണച്ചതാരാണ്? പുരുഷോത്തം ദാസ് ടണ്ടൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ പിന്തുണച്ചത്
പുരുഷോത്തം ദാസ് ടണ്ടൻ. 1948 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതാര്? BN റാവു. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതി തയ്യാറാക്കിയ കാലിഗ്രാഫറാണ് വസന്ത് കൃഷ്ണൻ വൈദ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതി തയ്യാറാക്കിയ കാലിഗ്രാഫറാണ് വസന്ത് കൃഷ്ണൻ വൈദ്യ. ഇന്ത്യയിലെ ഭൂവുടമകളെ പ്രതിനിധാനം ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലെത്തിയ ദർഭംഗ മഹാരാജാവാണ് കാമേശ്വർ സിംഗ് ഗൗതം. ഇന്ത്യയിലെ ഭൂവുടമകളെ പ്രതിനിധാനം ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലെത്തിയ ദർഭംഗ മഹാരാജാവാണ് കാമേശ്വർ സിംഗ് ഗൗതം. ഇന്ത്യയുടെ അധികാര കൈമാറ്റം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ എത്രാമത്തെ സമ്മേളനത്തിലാണ്? 5ാം സമ്മേളനം. ഇന്ത്യയുടെ അധികാര കൈമാറ്റം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ 5ാമത്തെ സമ്മേളനത്തിലാണ്. ഇന്ത്യയുടെ ഒറിജിനൽ ഭരണഘടന ഇറ്റാലിക്സ് ശൈലിയിൽ എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റൈസദ. ഇന്ത്യയുടെ ഒറിജിനൽ ഭരണഘടന ഇറ്റാലിക്സ് ശൈലിയിൽ എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റൈസദ. ഏത് രാജ്യത്തെ പാർലമെന്ററി രീതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ഏറ്റവും പ്രായം കൂടിയ അംഗമായ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തത്? ഫ്രഞ്ച് രാജ്യത്തെ പാർലമെന്ററി രീതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ഏറ്റവും പ്രായം കൂടിയ അംഗമായ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തത്. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചതാര്? MR ജയക്കർ. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചതാരാണ്? MR ജയക്കർ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര അനുച്ഛേദങ്ങളും ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്? 395 അനുച്ഛേദം, 8 ഷെഡ്യൂള്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 395 അനുച്ഛേദങ്ങളും 8 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പാർലമെന്റിന്റെ സെൻട്രൽ ഹാള്. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് ഇപ്പോൾ പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക ഉപാധ്യക്ഷനാണ് ഫ്രാങ്ക് ആന്റണി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക ഉപാധ്യക്ഷൻ ഫ്രാങ്ക് ആന്റണി. ഇന്ത്യൻ ഭരണഘടനയുടെ കരടിൽ എത്ര അനുച്ഛേദങ്ങളും ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്? 315 അനുച്ഛേദങ്ങളും 13 ഷെഡ്യൂളുകളും. ഇന്ത്യൻ ഭരണഘടനയുടെ കരടിൽ 315 അനുച്ഛേദങ്ങളും 13 ഷെഡ്യൂളുകളുമാണ്. നിലവിൽ വന്നപ്പോൾ 395 അനുച്ഛേദം 8 ഷെഡ്യൂളുമാണ്. ഭരണഘടനയുടെ എത്രാമത്തെ സെക്ഷനിലാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? 1ാമത്തെ. ഭരണഘടനയുടെ 1ാമത്തെ സെഷനിലാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഭരണഘടനയുടെ എത്രാമത്തെ സെഷനിലാണ് ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്? 2ാമത്തെ. ഭരണഘടനയുടെ 2ാമത്തെ സെഷനിലാണ് ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്. 1ാമത്തെ സെക്ഷനിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു, 2ാമത്തെ സെഷനിൽ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. മന്ത്രിസഭാംഗങ്ങളിൽ ആരാണ് ആദ്യമായി ഭരണഘടനയിൽ ഒപ്പുവെച്ചത്? ജവഹർലാൽ നെഹ്റു. മന്ത്രിസഭാംഗങ്ങളിൽ ജവഹർലാൽ നെഹ്റു ആണ് ആദ്യമായി ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഒപ്പുകളിൽ ആദ്യത്തേത് ആരുടെ ഒപ്പാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഒപ്പുകളിൽ ആദ്യത്തേത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഒപ്പാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തന്റെ അവസാന പ്രസംഗത്തിൽ ഡോക്ടർ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തന്റെ അവസാന പ്രസംഗത്തിൽ ഡോക്ടർ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. കൂട്ടുകാരെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.